വി.ഡി. സവർക്കറാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയവാദി. ഇങ്ങനെ പറയുന്നതിൽ ഒരു വലിയ ശരികേടുണ്ട്. 1909 ജൂലൈ 1 ഇന്ത്യക്കാരനായ മദൻലാൽ ദിങ്ക്രയുടെ വെടിയേറ്റ് കേഴ്സൺ വില്ലി കൊല്ലപ്പെട്ടു. കൊലയ്ക്കുള്ള ആയുധം നൽകിയത് സവർക്കർ ആയിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. 1909 ഡിസംബർ 29 നാസിക്കിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന ജാക്സനെ ഇന്ത്യക്കാരനായ ആനന്ദ് കൻഹാരെ വെടിവെച്ചു കൊന്നു. കൻഹാരെ ഉപയോഗിച്ച തോക്ക് ഇംഗ്ലണ്ടിൽ നിന്നും സവർക്കർ ഇന്ത്യയിലേക്ക് കടത്തിയതാണ് എന്ന് കണ്ടെത്തി. 1910 ലണ്ടനിൽ വെച്ച് സവർക്കർ അറസ്റ്റിലായി. 69 ദിവസക്കാലം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ സവർക്കറെ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലടച്ചു. സെല്ലുലാർ ജയിലിൽ കഴിയവേ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർക്കർ അറഞ്ചം പുറഞ്ചം മാപ്പപേക്ഷ എഴുതിയത് എന്നുള്ള ഒരു പെരും നുണ കൂടി പ്രചരിപ്പിക്കുന്നുണ്ട് സംഘപുത്രന്മാർ. 1911 ജൂലൈ 4 സെല്ലുലാർ ജയിലിലെത്തിയ സവർക്കർ തന്റെ ജയിൽവാസം തുടങ്ങി വെറും 58 ദിവസക്കാലം പിന്നിട്ടപ്പോൾ, അതായത് 1911 ഓഗസ്റ്റ് 30 ആദ്യത്തെ മാപ്പപേക്ഷ എഴുതുന്ന കാലത്ത് ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. 1913 നവംബറിൽ സവർക്കർ തന്റെ രണ്ടാമത്തെ മാപ്പപേക്ഷ എഴുതുമ്പോഴും ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയിട്ടില്ല. അങ്ങനെ 6 വട്ടം സവർക്കർ മാപ്പപേക്ഷ എഴുതി. താൻ ഒരു ബ്രിട്ടീഷ് അനുകൂലിയായിരിക്കുമെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാരെ പറഞ്ഞു തിരുത്തുമെന്നും എഴുതി കൊടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് സെല്ലുലാർ ജയിലിൽ നിന്നും സവർക്കർ മോചിതനാവുന്നത്. ദേശീയ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് സവർക്കറാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് മറ്റൊരു പെരും നുണയാണ്. ബ്രിട്ടീഷ് കാലത്ത് ത്രൈലോക്യനാഥ ചക്രവർത്തി വിവിധ ജയിലുകളിലായി തടവിൽ കഴിഞ്ഞത് നീണ്ട 30 കൊല്ലക്കാലമാണ്. ഒരിക്കൽ പോലും അദ്ദേഹം മാപ്പപേക്ഷ എഴുതാൻ തയ്യാറായില്ല. അദ്ദേഹം സവർക്കർ കിടന്ന ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലും കിടന്നിട്ടുണ്ട്. അംബിക ചക്രവർത്തി നീണ്ട 16 കൊല്ലക്കാലം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. മാപ്പപേക്ഷ എഴുതിയിട്ടില്ല. ഗാന്ധി വധക്കേസിൽ 7ാം പ്രതിയായി വിചാരണ ചെയ്യപ്പെട്ട ഒരാൾ എങ്ങനെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയവാദിയായി മാറുന്നത്? സവർക്കർ ഒരിക്കൽ പോലും സ്വയം ആയുധം കയ്യിലെന്തി പോരാടിയിട്ടില്ല. മദൻലാൽ ദിങ്ക്രെ ഉപയോഗിച്ച് കേഴ്സൺ വില്ലിയെ കൊന്നതുപോലെ, ആനന്ദ് കൻഹാരെ ഉപയോഗിച്ച് ജാക്സനെ കൊന്നതുപോലെ ഗോഡ്സെ ഉപയോഗിച്ച് ഗാന്ധിയെയും കൊന്നുകളയുകയായിരുന്നു. വീണ്ടും ചോദിക്കുന്നു, സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 6 വട്ടമെങ്കിലും മാപ്പപേക്ഷ എഴുതി കൊടുത്ത് ബ്രിട്ടനോടൊപ്പം നിന്നോളാമെന്ന് ഉറപ്പും കൊടുത്ത് പുറത്തു വന്നൊരാൾ, ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിക്കില്ലെന്ന് അഭിപ്രായം പറഞ്ഞൊരാൾ, ഗാന്ധി വധത്തിൽ വിചാരണ ചെയ്യപ്പെട്ട ഒരാൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയവാദിയായി മാറുന്നത് എങ്ങനെയാണ്?